പ്രവാസി ഭാരതി ഇത്തരത്തിലൊരു റേഡിയോ ഉത്സവം സംഘടിപ്പിക്കുന്നതിന് വളരെയധികം കഠിനാധ്വാനം ചെയ്ത എൻ്റെ സഹപ്രവർത്തകരായ കുട്ടികളെ ആദരിക്കണം എന്നൊരാഗ്രഹം ഞങ്ങളുടെ മനസ്സിൽ തോന്നി. അങ്ങനെ ഞാൻ ശ്രീനാഥൻ സാറിനോട് അഭ്യർത്ഥിച്ചു, തീർച്ചയായിട്ടും എൻ്റെ കുട്ടികളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണം, അവർക്കൊരു മെമൻ്റോ കൊടുക്കണം എന്ന് പറഞ്ഞു. വളരെ കഠിനമായൊരു അധ്വാനം ഉണ്ടായിരുന്നു. നമുക്ക് ശ്രീനാഥൻ സാറിൻ്റെ ഫ്ലവേഴ്സ് ചാനൽ പോലെയൊന്നും നമുക്ക് നൂറുകണക്കിന് സ്റ്റാഫ് മെമ്പേഴ്സൊന്നുമില്ല. വളരെ ചുരുങ്ങിയ ആൾക്കാർ വെച്ചിട്ട് ഞങ്ങൾ മാക്സിമം ഔട്ട്പുട്ട് ഉണ്ടാക്കുകയാണ്. 24 മണിക്കൂറിൽ ഏകദേശം 18 മണിക്കൂർ ഞാൻ ജോലി ചെയ്യും. എൻ്റെ സഹപ്രവർത്തകരും അത്തരത്തിൽ ജോലി ചെയ്യും. അതുകൊണ്ട് അവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക, അവർക്കൊരു അംഗീകാരം നൽകുക എന്നത് തീർച്ചയായിട്ടും എൻ്റെ പ്രധാനപ്പെട്ട ദൗത്യങ്ങളിലൊന്നാണ്. ഞാൻ ആദ്യ വേദിയിലേക്ക് ക്ഷണിക്കുന്നത് ശ്രീ കൃഷ്ണമൂർത്തി രാമനാഥൻ. പെർഫോമൻസ് നിങ്ങൾ കണ്ടല്ലോ, ശങ്കര പാടിയ കൃഷ്ണമൂർത്തി രാമനാഥൻ നമ്മുടെ റേഡിയോയിലെ അവതാരകനാണ്, ഗായകനാണ്. അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. വിനോദ് ആറ്റിങ്ങലിന്റെ വേദിയിലേക്ക് ക്ഷണിക്കും. ഒരു ഫാസ്റ്റ് നമ്പർ നന്നായിട്ട് പാടും അദ്ദേഹം. അന്ന് ഇപ്പോൾ ഇവിടെ ഇപ്പോൾ നല്ല 2-3 ഫാസ്റ്റ് നമ്പർ അദ്ദേഹം പ്രസന്റ് ചെയ്യുന്നുണ്ട്. അടുത്തത് ഞങ്ങളുടെ പ്രവാസി ഭാരതി റേഡിയോ പ്രക്ഷേപണം ചെയ്ത സ്വതമണ്ഡലം എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. കർണാടക സംഗീത രാഗങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ചലച്ചിത്ര ഗാനങ്ങൾ അവതരിപ്പിക്കുന്നു. ആ പരിപാടി അവതരിപ്പിച്ച് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ വളരെ ഹിറ്റായി. ആ പരിപാടി അവതരിപ്പിച്ച ശ്രുതി കുഞ്ഞുമോൾ നമ്മുടെ അംഗമാണ്, ഗായികയാണ്. ശ്രുതി കുഞ്ഞുമോൾ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ശ്രുതി അടുത്തത് ഡോക്ടർ ശിവപ്രിയ MS ഡോക്ടറാണ്, ശാന്തിഗിരി ഹോസ്പിറ്റലിലെ ഡോക്ടറാണ്. ഞങ്ങൾ ഗസ്റ്റ് ആർട്ടിസ്റ്റായിട്ട് വന്നു. ഇനി സ്ഥിരമായിട്ട് പ്രവാസി ഭാരതി റേഡിയോയിൽ ഡോക്ടർ ശിവപ്രിയ MS പരിപാടികൾ അവതരിപ്പിക്കും. ശിവപ്രിയ MS വേദിയിലേക്ക് ക്ഷണിക്കുന്ന ഡോക്ടർ ശിവപ്രിയ MS. ലക്ഷ്മി മോഹൻ്റെ ഈ പെർഫോമൻസ് നിങ്ങൾ കണ്ടതാണ്. ശങ്കര എന്ന പാട്ട് വാസ്തവത്തിൽ സാർ ആരും ഡ്യൂറ്റായിട്ട് പാടിയിട്ടില്ല, അധികാരം കണ്ടിട്ടില്ല. ഞങ്ങൾ അതിനു വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തി, ഒരുപാട് റിഹേഴ്സൽ എടുത്തു, റെക്കോർഡ് ചെയ്തു. അങ്ങനെ വളരെ എഫർട്ട് എടുത്തിട്ടാണ് നമ്മുടെ കൃഷ്ണമൂർത്തി രാമനാഥനും ലക്ഷ്മി മോഹനും ചേർന്ന പാട്ട് അവതരിപ്പിച്ച്. ലക്ഷ്മി മോഹൻ ഞങ്ങളുടെ അംഗമാണ്, ഞങ്ങളുടെ ആങ്കറാണ്, നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ നോക്കുന്ന ആളാണ്, എല്ലാത്തിനും നമുക്ക് സഹായിയായി നിൽക്കുന്നതാണ് ലക്ഷ്മി മോഹൻ. ലക്ഷ്മി മോഹനെ ആദരിക്കുന്നു. ഇത് ഞങ്ങളുടെ സാങ്കേതിക വിഭാഗം. വളരെ കുറച്ച് പേരാണെങ്കിലും വലിയ ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ചിലപ്പോൾ എൻ്റെ തോന്നലായിരിക്കാം. നമ്മുടെ വീഡിയോ വിഭാഗം കൈകാര്യം ചെയ്യുന്നു, എഡിറ്റിങ്ങും ക്യാമറയും ഒക്കെ തന്നെ നോക്കുന്നത് നവീൻ കൃഷ്ണയെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നവീൻ കൃഷ്ണ അങ്ങനെ അധികം സംസാരിക്കുന്ന ഒരാളല്ല, പക്ഷെ വർക്ക് ചെയ്യുന്ന കാര്യത്തിൽ മിടുക്കനാണ്, യാതൊരു സംശയമില്ല. ഈ വീഡിയോസിൻ്റെ എല്ലാ എഡിറ്റിങ്ങും അതിൻ്റെ ഐഡിയാസും എല്ലാം നവീൻ കൃഷ്ണയായിരുന്നു. നവീൻ കൃഷ്ണയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തത് അജു സത്യമൂർത്തി. പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു കിട്ടലുണ്ട്. അജു സത്യമൂർത്തി മോഹൻലാൽ അവതരിപ്പിച്ചൊരു കഥാപാത്രമുണ്ട്, രാജീവ് സത്യമൂർത്തി. അതുപോലെയാണ് അജു നമ്മുടെ ഓഡിയോ വിഭാഗം കൈകാര്യം ചെയ്യണം. ഓഡിയോ റെക്കോർഡിങ്ങും മിക്സിങ്ങും കാര്യങ്ങളൊക്കെ രാത്രി വരെ ഇരുന്ന് പണിയുന്ന ആളാണ് അജു സത്യമൂർത്തി. അജു സത്യമൂർത്തിയെ നമ്മൾ വേദിയിൽ ആദരിക്കാൻ. അടുത്തത് അർജുൻ എം ജെ.
നേരത്തെ പറഞ്ഞതിന് വളരെ കുറച്ച് സംസാരിക്കുള്ളൂ. പക്ഷേ ഒരു കാര്യം പറയാലോ, ഈ റേഡിയോ ഒരു സെർവർ വഴി വേണം എന്നൊരാശയം മുന്നോട്ട് വെച്ചത് അർജുനാണ്. അല്ലെങ്കിൽ നമുക്ക് 10 കമ്പ്യൂട്ടർ നിരത്തി വിൽക്കേണ്ടി വരുമായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഒരു സെർവർ ഉണ്ടെന്നും ആ സെർവർ വഴി പ്രക്ഷേപണം സാധ്യമാക്കാമെന്നും ഉള്ളൊരാശയം മുന്നോട്ട് വെച്ചത് അർജുൻ MC ആണ്. അങ്ങനെയാണ് യൂറോപ്പിലെ ഈ ഒരു സെർവറുമായി നമ്മൾ ബന്ധപ്പെട്ടത്. ഇനി പ്രവാസി ഭാരതി റേഡിയോത്സവത്തിന്റെ കംപ്ലീറ്റ് ചുമതലയും ഏറ്റെടുത്ത് അതിന്റെ സംവിധാന കർമ്മം നിർവഹിച്ച അനീഷ് തകടിയിൽ, അദ്ദേഹം ഞങ്ങളുടെ ന്യൂസ് ലീഡറാണ്. അതുപോലെ തന്നെ പല പരിപാടികളുടെയും സ്ക്രിപ്റ്റ് റൈറ്ററാണ്. നിരവധി ഡോക്യുമെന്ററികൾ അദ്ദേഹത്തിൻ്റെതായി ദൂരദർശന് വന്നിട്ടുണ്ട്. ഈ പ്രവാസി ഭാരതി റേഡിയോത്സവത്തിന്റെ സംവിധായകനാണ് അനീഷ് തകടി. അനീഷ് തകടിലിനെ ആദരിക്കുന്നു. അപ്പോൾ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന എൻ്റെ സഹപ്രവർത്തകര് നമ്മളിപ്പോൾ ആദരിക്കണമെന്ന് ശ്രീധരനാഥൻ സാറിനോട് ഞാൻ അഭ്യർത്ഥിച്ചപ്പോൾ വളരെ തിരക്കുള്ള അദ്ദേഹത്തിന്, പക്ഷെ അത് കഴിഞ്ഞിട്ടേ പോകുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തോടും പ്രവാസി ഭാരതീയനും വലിയ വ്യക്തിപരമായ നന്ദി സ്നേഹം അറിയിക്കുന്നു. 20 രാജ്യങ്ങളിലുള്ള 42 ദശലക്ഷം മലയാളികൾക്കായുള്ള 10 വ്യത്യസ്ത റേഡിയോ ചാനലുകളുമായി പ്രവാസി ഭാരതി റേഡിയോ നെറ്റ്വർക്ക് നിങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇനി നിങ്ങളുടെ ഓരോ ദിനങ്ങളെയും ധന്യമാക്കാൻ നിങ്ങൾക്കൊപ്പം പ്രവാസി ഭാരതിയും. ഉദ്ഘാടന ചടങ്ങായ പ്രവാസി ഭാരതി റേഡിയോത്സവത്തെ വമ്പിച്ച് വിജയമാക്കിയ നിങ്ങൾക്കേവർക്കും പ്രവാസി ഭാരതിയുടെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. പ്രവാസി ഭാരതി റേഡിയോത്സവത്തിന്റെ അരങ്ങിലും അണിയറയിലും പ്രവർത്തിച്ചവർ: ഏകോപനം ലക്ഷ്മി മോഹൻ, ബിന്ദു ഹരികൃഷ്ണൻ. ശബ്ദ സാന്നിധ്യം പി തങ്കച്ചൻ, ഗായത്രി ദേവി, ബിന്ദു രാജൻ. ടെക്നോളജി പാർട്ണർ ഓജസ് ഇൻഫോടെക്, ഇന്ത്യ, UAE, കാനഡ, യൂറോപ്പ്. ശബ്ദലേഖനം ശബ്ദമിശ്രണം അജു സത്യമൂർത്തി. വീഡിയോ എഡിറ്റിംഗ് ആൻഡ് മിക്സിംഗ് നവീൻ കൃഷ്ണ. സാങ്കേതിക മേൽനോട്ടം അർജുൻ MJ, വിഷ്ണു ജയൻ. വേദിയിൽ ശബ്ദവും വെളിച്ചവും AS Pro ഓഡിയോ. LED വാൾ പ്രൊവൈഡർ പിക്സൽ ആർട്ട്, തിരുവനന്തപുരം. ക്യാമറ യൂണിറ്റ് ഹാരിസ് വിഷൻ, തിരുവനന്തപുരം. സ്റ്റേജ് ആങ്കർ ഷൽമ നന്ദ. സംവിധാനം അനീഷ് തകടിയിൽ. ആശയം ആവിഷ്കാരം K ചന്ദ്രസേനൻ. പ്രവാസി ഭാരതി റേഡിയോത്സവം ആൻ ഇവന്റ് ബൈ പ്രവാസി ഭാരതി റേഡിയോ നെറ്റ്വർക്ക്. ഏവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.